അമ്മ ഈ വചനം വിശ്വസിക്കേ. എന്താ ഈ വചനം പറയുന്നത്? നമ്മ വിശ്വസിക്കേ. എന്നതാ ഈ വചനം പറയുന്നതെന്ന് അറിയാമോ? അവിടുത്തെ മനുഷ്യാവതാര രഹസ്യമാണ് ഈ വചനം തുറന്നു തരുന്നത്. അവിടുത്തെ മനുഷ്യനായി വെളിപ്പെട്ടത് സ്പർശിക്കുന്നുണ്ട്. The mystery of incarnation തൊടുന്നുണ്ട്. മനുഷ്യാവതാര രഹസ്യം ഇതാ ആ മകളുടെ നട്ടലിലേക്ക് വ്യാപിക്കുന്നു. ഷോക്കേൽക്കുന്ന പോലെ കർത്താവിൽ നിന്ന് സ്പർശനമേൽക്കുന്നു. ഹജല ഹജല ഹജല. ഒരുമിച്ച് സ്തുതിച്ചേ. കാലുകൾക്ക് ബലം കിട്ടുന്നു. യേശുനാമത്തിൽ. ഇടുപ്പല് മുഴുവൻ ശക്തി സ്വീകരിക്കുന്നു. യേശുനാമത്തിൽ. ഇടുപ്പല് മുഴുവൻ ശക്തി സ്വീകരിക്കുന്നു. യേശുനാമത്തിൽ. ഇടുപ്പല് മുഴുവൻ ശക്തി സ്വീകരിക്കുന്നു. യേശുനാമത്തിൽ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. അമ്മയെ സ്പർശിക്കണമേ ഈശോയെ, അമ്മയെ സ്പർശിക്കണമേ. ഒരു കസര എടുത്തേക്ക്, ഒരു കസര എടുത്തേക്ക്. ജീവൻ കിട്ടിയ ബലുണ്ട്. എന്നാ പറ്റിയതാ ഇത്? ഈ നട്ടല് ബ്ലോക്കാണ്. കശേരുകൾ ബൾ ചെയ്ത് നിൽക്കുക, കട്ട പിടിച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ യൂറിനും മോഷനും ഒക്കെ ഇനി കട്ടില് അറിയാതെ പോയി തുടങ്ങും. അപ്പൊ പോയി ചെയ്തോ. ഇപ്പൊ വയസ്സും പ്രായം കൂടിയത് കൊണ്ട് ഇപ്പൊ ചെയ്യണ്ടെന്ന് പറഞ്ഞിരിക്കുക. ബലം കിട്ടിയോ? ആ കിട്ടി, കിട്ടിയുണ്ട്. യൂറിൻ കൺട്രോളും കൂടെ കൊടുക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. വാർദ്ധക്യത്തിൽ നീ ഈശോയുടെ സാക്ഷിയാകേണ്ട മകളാണ്. നിന്റെ ജീവിതം മുഴുവൻ നീ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച ആളാണ്. നിന്നെ അനേകരുടെ നടുവിൽ സാക്ഷിയാക്കാതെ അവന് വിടാൻ കഴിയുകയില്ല. പോയിട്ട് കിടക്കണ്ട, അങ്ങ് പോട്ടെ. ഇനി കിടക്കേണ്ട ആളല്ല. കിടക്കപ്പ കർത്താവ് മാറ്റി വിരിച്ചിരിക്കുക. നടന്നോ, ഓടിക്കോ. ഈശോയുടെ സാക്ഷിയായിട്ട് ഓടിക്കോ. കരമടിച്ച് സ്തുതിക്കാം, സ്തുതിക്കാം, സ്തുതിക്കാം. യേശുവേന്ന് വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ വലിയ മഹത്വം ഇറങ്ങി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈശോ നിന്നെ കൊണ്ടുവന്നെങ്കിൽ അതിന്റെ അർത്ഥം അവിടുന്ന് തെരഞ്ഞെടുത്തു എന്നല്ലേ?